മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ രാമായണത്തെക്കുറിച്ച് വീണ്ടും ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സൂര്യ ഫെസ്റ്റിവലിൻ്റെ സൂര്യ കൃഷ്ണമൂർത്തിജിയുടെ സംഘടനയുടെ അംഗങ്ങൾ, അതുകൊണ്ട് തന്നെ അക്കാഡമിക്കലി, ഇന്റലക്ച്വലി, സോഷ്യലി, സ്പിരിച്വലി വളരെ ഉയർന്ന നിലവാരത്തിലിരിക്കുന്നവർ, സ്പിരിച്വലി അത്രയ്ക്കും ഉയർന്നതല്ല എങ്കിലും 1.5 മണിക്കൂർ പ്രഭാഷണം കഴിഞ്ഞ് അവർ പോകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഒരു 10-12 പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്. രാമായണം സ്ത്രീകൾ വായിക്കാമോ? അത് വൈകുന്നേരം വായിക്കാമോ? മരണവീടുകളിൽ വായിക്കാമോ? അത് വായിക്കുന്നതിന് ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളുണ്ടോ? രാമായണം വായിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ടോ? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം വളരെ പ്രസക്തമല്ലെങ്കിലും നമ്മളിൽ ധാരാളം വ്യക്തികളിൽ നിലനിൽക്കുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ ഭയപ്പെടുന്ന വിശ്വാസങ്ങൾ. രാമായണം വായിച്ചില്ലെങ്കിൽ വായിച്ചില്ലെന്നേ ഉള്ളൂ, മഹാഭാരതം വായിച്ചില്ലെങ്കിൽ വായിച്ചില്ലെന്നേ ഉള്ളൂ, വേദം പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് വായിക്കാൻ പാടില്ലാത്തവർ വായിക്കുക, അതൊക്കെ ചെയ്താൽ മഹാപാപമാണ്, ആ പാപകർമ്മം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വായിക്കാതിരിക്കുകയല്ലേ എന്നതാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരം ഈ ചോദ്യത്തിന്റെ പുറകിലുള്ളത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, 50 വർഷത്തോളം ഈ നാടിന്റെ പൈതൃകം കുറേയൊക്കെ ഗഹനമായിട്ട് വായിക്കാനും ഉൾക്കൊള്ളാനും ചിന്തിക്കാനും എല്ലാം സാധിച്ച ജഗദീശ്വരനും ഭാരതമാതാവിൻ്റെയും അനുഗ്രഹമുണ്ടായ സ്ഥിതിക്ക് ആ അറിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയുന്നു, വേദം വായിക്കാൻ മാത്രം കുറച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. വേദത്തിന്റെ സ്വരം, വേദത്തിന്റെ ആത്മാവും, വേദത്തിലെ വാക്കുകള്, വരികള് വേദത്തിന്റെ ശരീരവുമായിട്ടാണ് പറയുക. അപ്പൊ ശരീരത്തിന് അപച്യുതി ഉണ്ടാവരുത്, അതുകൊണ്ട് അക്ഷരത്തെറ്റുകൾ ഉണ്ടാവരുത്, വാക്കുകളിൽ അബ്നോർമാലിറ്റി ഉണ്ടാവരുത്. സ്വരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ വേദത്തിന്റെ സന്ദേശങ്ങളും അർത്ഥങ്ങളും കുറേയൊക്കെ വരുന്നത്. കുറേയെല്ലാം വരുന്നത് വേദം ആലപിക്കുന്ന സ്വരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ദ്രശത്രു, ഇന്ദ്രൻ എന്ന ശത്രു, ഇന്ദ്രശത്രു, ഇന്ദ്രന്റെ ശത്രു, ധിയോയോ ന പ്രചോദയാത്. ന താഴ്ത്താതെ അമർത്താതെ പറഞ്ഞാൽ വേണ്ട എന്നതും, അമർത്തി പറഞ്ഞാൽ ഞങ്ങളെ എന്ന അർത്ഥവുമാണ് വരിക. നഹ എന്നതിൽ വിസർഗം മാറ്റി പറയുന്നതാണ് ഗായത്രി മന്ത്രത്തിലെ. ഇടയ്ക്ക് വിസർഗം വരുമ്പോഴത്തേക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള നിയമം. ഇത് മലയാളത്തിലുമുണ്ട്, സംസ്കൃതത്തിലുമുണ്ട്, എല്ലാ ഭാരതീയ ഭാഷകളിലുമുണ്ട്. ദുഃഖം എന്നുള്ളതിന് ദുവിന്റെ ഇടയ്ക്ക് വിസർഗമുണ്ട്, ദുഹുക്കം എന്ന് പറയില്ല ആദ്യം. അപ്പൊ അതുകൊണ്ട് വേദത്തിന്റെ അക്ഷരങ്ങളും വേദത്തിന്റെ സ്വരങ്ങളും വായിക്കുമ്പോഴും ആലപിക്കുമ്പോഴും ശ്രദ്ധയോടുകൂടിയുള്ള നിയമങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൽ അപച്യുതി ഉണ്ടാവാതിരിക്കാനാണ്. ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളും അക്ഷരശുദ്ധി ഉണ്ടാവണം, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകണം. അത് അതിൻ്റെതായിട്ടുള്ള ഭാഗം. ഇപ്പൊ നമ്മളിപ്പോ നന്ദി എന്ന് പറയുന്നത് ശരിക്കും മന്ദാരം എന്ന എന്താ, നന്ദി എന്നുള്ളത് രണ്ടും ഒരേ അക്ഷരം. അപ്പോ എന്താ എന്നുള്ളത് ഉപയോഗിക്കുന്ന വേറൊരു സ്ഥലത്ത് നീ എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്.
അത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് പറഞ്ഞാൽ മതി. ഒരു രാമായണമോ മഹാഭാരതമോ ഭഗവത്ഗീതയോ ഇതുപോലെയുള്ള വേദങ്ങൾ ഒഴികെയുള്ള ഗ്രന്ഥങ്ങൾ, വേദാംഗങ്ങളോ കൽപ്പശാസ്ത്രത്തിലെ ധർമ്മശാസ്ത്രമോ ഗൃഹ്യസൂത്രമോ ആ ഗ്രന്ഥങ്ങള്, പുരാണങ്ങള്, ഉപപുരാണങ്ങള്, ഉപവേദങ്ങള്, ദർശനങ്ങള്, ഇവയിലൊന്നിലും കാര്യമായിട്ട് സ്വരമില്ല. വേണമെങ്കിൽ അവനവന്റെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർക്കാം. ഒരേ പാട്ട് പല രാഗത്തിൽ പറയുന്ന പോലെ മന്ത്രങ്ങള് നീട്ടി വലിച്ചു പറയാം. അതൊക്കെ അവനവന്റെ സൗകര്യം. അപ്പൊ രാമായണം വായിക്കുന്നതിന് പ്രത്യേകിച്ച് റൂളില്ല. മഹാഭാരതം, വേദങ്ങൾ, ഭഗവത്ഗീത ഒന്നിനും റൂളില്ല. പിന്നെ അത് വായിക്കുന്നതില് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാക്കാൻ വേണ്ടി ചില ചടങ്ങുകളും കീഴ്വഴക്കങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ആചാരങ്ങളല്ല, ചില ചടങ്ങുകളും കീഴ്വഴക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. കർക്കിടകത്തിൽ രാമായണം വായിക്കണം. അപ്പൊ മറ്റു മാസത്തിൽ വായിച്ചൂടെ? മറ്റു മാസത്തിൽ വായിച്ചോളൂ. കർക്കിടകത്തിൽ വായിക്കുകയാണെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഒരിടത്ത് പറയുന്നത് കേട്ടത്, ലവകുശന്മാര് വാൽമീകി മഹർഷി എഴുതിയ വാൽമീകി രാമായണം അച്ഛനായ ശ്രീരാമനെ വായിച്ചു കേൾപ്പിച്ച കാലം മലയാള മാസത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ കർക്കിടക മാസം വരും. എങ്ങനെയാണോ ഖുർആൻ എഴുതിയ റംസാൻ മാസം ഖുർആന് പുണ്യമാസമായി മാറുന്നത്, മുസ്ലിങ്ങൾക്ക് പുണ്യമാസമായി മാറുന്നത് ആ ഗ്രന്ഥം എഴുതി എന്ന കാരണത്തില്, അതേപോലെ രാമായണം ആലപിച്ച കാലമാണ് കർക്കിടകം. അതുകൊണ്ട് കർക്കിടകത്തിൽ രാമായണം വായിക്കുന്നത് നല്ലതാണ്. ഇനി വേറെ ഏതെങ്കിലും മാസത്തിലാ സൗകര്യമെങ്കിൽ ധൈര്യമായിട്ട് വായിക്കാം. രാവിലെയാണ് സൗകര്യമെങ്കിൽ അപ്പോൾ വായിക്കാം. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ അപ്പോൾ വായിക്കാം. വൈകുന്നേരമാണെങ്കിൽ അപ്പോൾ വായിക്കാം. കാരണം ഇതിലെല്ലാത്തിലും ആ സ്വരത്തിനോ അല്ലെങ്കിൽ വാക്കുകൾക്കോ അല്ല അമിത പ്രാധാന്യമുള്ളത്, സന്ദേശങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ആ രാമായണത്തിലെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ പഠിച്ച് ഉൾക്കൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, അതിനാണ് രാമായണം, അതിനാണ് മഹാഭാരതം, അതിനാണ് പുരാണങ്ങളെല്ലാം. ഉപവേദങ്ങളാണെങ്കിൽ അതിലെ കണ്ടന്റ് പ്രയോഗിക്കാനുള്ളതാണ്. ഗാന്ധർവവേദം പാട്ടുപാടാനുള്ള നിയമങ്ങളാണ്. അത് തെറ്റിച്ച പാട്ട് തെറ്റും, അത്രയേ ഉള്ളൂ. കേൾക്കുന്നവന് ഇഷ്ടപ്പെടില്ല. ധനുർവേദം യുദ്ധതന്ത്രമാണ്, സാധാരണക്കാർക്ക് ആവശ്യമില്ല. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആണ്. കോളേജില് എക്കണോമിക്സും കോമേഴ്സും പഠിക്കുന്ന അതേ സിസ്റ്റമാണ് അർത്ഥശാസ്ത്രത്തില്. ആയുർവേദവും ശ്രദ്ധയോടുകൂടി പഠിക്കണം. കാരണം അത് രോഗികളെ ചികിത്സിക്കാനുള്ളതാണ്. അത് രാവിലെ വായിച്ചോ, ഉച്ചയ്ക്ക് വായിച്ചോ, വൈകുന്നേരം വായിച്ചോ, പരീക്ഷ എഴുതിയോ, വൈവാവോസിക്ക് അറ്റൻഡ് ചെയ്തോ, ഇതൊന്നും അവിടെ പ്രശ്നമല്ല. നല്ലോണം പഠിച്ച് പ്രയോഗിക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോ ധാരാളം പേരുടെ മനസ്സിൽ നിലനിൽക്കുന്ന സംശയമാണ്, ഇത് സ്ത്രീകൾ വായിക്കാമോ? സ്ത്രീകൾ വായിക്കുന്നതും പുരുഷന്മാർ വായിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? സ്ത്രീകള് പുരുഷന്മാരെക്കാൾ നന്നാവരുത് എന്ന് വല്ലതും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആർക്കാണോ ഇതിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തമസോമാ ജ്യോതിർഗമയ അസതോമാ സദ്ഗമയ മൃത്യോർമാ മൃതം ഗമയ, തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും പോകാൻ ആഗ്രഹമുള്ളവർ ആരാണോ അവർക്ക് ഈ പുരാണത്തിലെ കഥകളിൽ നിന്നും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും അനുഭവങ്ങളിൽ നിന്നും അതുപോലെ ഉപനിഷത്തുക്കളിലെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും വേദത്തിലെ സന്ദേശങ്ങളിൽ നിന്നും നന്മയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവർക്കും വായിക്കാം. വേദത്തിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. എന്താ, തെറ്റായിട്ടുള്ളത് ഒരിക്കൽ പഠിച്ചാല് പിന്നെ അത് ശരിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വരം, ഞാൻ കുറേ പേരെ വേദം പഠിപ്പിക്കുമ്പോൾ ഞാനത് അനുഭവിച്ചറിയാറുണ്ട്. ഒരിക്കൽ തെറ്റ് അനുദാത്തം ശരിയായിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അനുദാത്തം പറയിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ചിലപ്പോൾ വിസർഗം പറയുന്നതിന് കൃത്യമായിട്ടുള്ള ആ നിയമം പാലിച്ചില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലെ കണ്ടന്റുകളും തലച്ചോറിനകത്ത് റെക്കോർഡ് ചെയ്യാണ്. മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലെയും കണ്ടന്റുകൾ
തലച്ചോറിനകത്ത് റെക്കോർഡ് ചെയ്യുകയാണ്. വേദത്തിലെ സ്വരവും അതുപോലെ തന്നെ വാക്കുകളും തലച്ചോറിനകത്ത് ഇമ്പോസ് ചെയ്യുകയാണ്. അത് നിരന്തരം നമ്മൾ വായിക്കുമ്പോൾ റീ ഇമ്പോസിംഗ് ആ നടക്കാം. ഇത് കോൺക്രീറ്റ് മാതിരിയാണ്, ഇഷ്ടിക മാതിരിയല്ല. ഇഷ്ടിക മാതിരിയാണ് എങ്കിൽ ഓരോ ഇഷ്ടിക എടുത്തിട്ട് ചെത്തി മിനുക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാം. കോൺക്രീറ്റ് വീണ്ടും ശരിയാക്കാൻ പറ്റില്ല, അത് പൊളിച്ച് കളയുക തന്നെ വേണം. അത് വേദം ഒരിക്കൽ തെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഞാനൊരു സാധാരണ എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ മാത്രം പോകരുത്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ. ഇപ്പൊ വേദമന്ത്രങ്ങൾ തലച്ചോറിൽ ഇമ്പോസ് ചെയ്യുന്നതിനെ റീ ഇമ്പോസ് ചെയ്യുന്നത് കൊണ്ട് ആ റീ ഇമ്പോസിങ്ങിലും ഇമ്പോസിങ്ങിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ തിരുത്താൻ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് മറ്റേതിലും അങ്ങനെ തെറ്റ് വരാൻ സാധ്യതയില്ല. സ്വരത്തിൻ്റെതായിട്ടുള്ള നിയമാവലികളില്ല. പദാനുപദ അർത്ഥത്തെക്കാൾ ഉപരി മറ്റ് ഗ്രന്ഥങ്ങളിലെ സന്ദേശങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. ഒരു കഥ പറയുകയാണെങ്കിൽ തന്നെ ആ കഥ പദാനുപദം വായിക്കണമെന്നില്ല. നക്ഷലിൽ കഥ പറഞ്ഞ് സന്ദേശം കൊടുത്താൽ ധാരാളം മതിയാവും. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് ധൈര്യമായിട്ട് ചെയ്യാം. ഈ വായിക്കുന്നതിലെ സമയത്തിൻ്റെയോ വായിക്കുന്നതിലെ ആചാരങ്ങളോ വായിക്കുന്നതിൻ്റെ രീതിയോ അല്ലെങ്കിൽ സ്ഥലമോ അതിനേക്കാളെല്ലാം പ്രാധാന്യം അതിലെ കണ്ടന്റുകൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയി, ചിന്തയെ നന്മയിലേക്ക് കൊണ്ടുപോയി, കർമ്മത്തെ നന്മയിലേക്ക് കൊണ്ടുപോയി, കർമ്മബലത്തെയും കർമ്മത്തിന്റെ പ്രതിഫലത്തെയും നന്മയിലേക്ക് കൊണ്ടുപോകൽ മാത്രമാണ് ലക്ഷ്യം എന്നുള്ളത് മറക്കാതിരിക്കുക. അതുകൊണ്ട് ഓരോരുത്തരോട് ഓരോന്നും ചോദിച്ചാൽ അവരവർക്ക് തോന്നിയ ഉത്തരം പറയും. എന്താ അങ്ങനെ ഉത്തരം പറയാൻ കാരണം? ചോദിക്കുന്ന ആൾക്ക് അറിയാവുന്ന അത്രയുമേ ഈ ചോദ്യം ചെന്നെത്തുന്ന വ്യക്തിക്കും അറിയുള്ളൂ. അപ്പൊ ചോദിക്കുന്ന ആള് അയാൾക്ക് അറിയാത്തത് കൊണ്ട് മറ്റേ ആൾ ചോദിച്ചു, അയാൾ ഒരു നിയമം പറഞ്ഞു, അതിന് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷനും ഉണ്ടാവും. അതുകൊണ്ട് ഓർമ്മിക്കുക, നിങ്ങൾ തന്നെത്താനെ ചിന്തിച്ച് സ്വയം അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഇന്നലെ പെട്ടെന്ന് ഒരു പയ്യൻ ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞു, സാറിനെ ഒന്ന് കാണണമെന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചു. അല്ല, നേരിട്ട് കാണണമെന്നുണ്ട്. വീണ്ടും ചോദിച്ചു എന്തിനാന്ന്. അല്ല, എനിക്കൊരു പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിക്കാനാണ്. അപ്പൊ അവനവന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് അവനവനാണ്. ഫിസിയോളജിക്കലി ആണെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം, സൈക്കോളജിക്കലി ആണെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് പോയിട്ട് അയാളുടെ ചുമലിലേക്ക് ചാഞ്ഞു എന്ന് വിചാരിക്കുക. കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് പ്രശ്നം വരുമ്പോഴത്തേക്കും അത് സോൾവ് ചെയ്യാനായിട്ട് ഓരോരുത്തരുടെ പുറകെ പോകേണ്ടി വരില്ലേ നമുക്ക്? നമ്മൾ തന്നെ ഇത് അനുഭവിച്ചിട്ട് വേണ്ടി പഠിക്കാൻ. വേറൊരു വ്യക്തി ഇന്നലെ വിളിക്കുകയുണ്ടായി, എനിക്ക് സാറുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കണം. എന്തിനാ സംസാരിക്കാനുള്ളത്? അല്ല, സാറിൻ്റെ യൂട്യൂബിലെ കുറേ സന്ദേശങ്ങൾ കേട്ട് ചർച്ച ചെയ്യാനാണ്. ഇതൊക്കെ തന്നെത്താനെ ചെയ്യേണ്ടതാണ്, അതൊന്നും ഇവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ടതല്ല. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയോ ഈ ലോകത്തിലെ ഏത് വ്യക്തിയോ പറയുന്നത് അവസാനത്തെ വാക്കൊന്നുമല്ല, ഒന്നും അവസാനത്തെ വാക്കല്ല. ശരിക്കും ഭഗവത്ഗീത മുഴുവനും ഉപദേശിച്ചു കൊടുത്തിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതും യഥേച്ഛസി തഥാ കുരു എന്നാണ്. നിന്റെ ഇഷ്ടം മാതിരി ചെയ്യാനാ പറഞ്ഞത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം മാതിരി ചെയ്യുക. ഭാഗവതം മുഴുവനും പറഞ്ഞു കൊടുത്ത ശ്രീശുക ബ്രഹ്മഋഷി ഈ ഭാഗവതത്തിലേത് മാത്രം അനുസരിച്ച് ജീവിക്കണം എന്നൊന്നും പറഞ്ഞില്ല. അതിനൊരു ഉദ്ദേശമുണ്ട്. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ. സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം, ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമ്മളതിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നത് ചിലര് കൊടുക്കാൻ കാരണം അത് വായിക്കാതിരിക്കാൻ ആ കാരണം പറയാം. വേറെ ചിലര് വിചാരിക്കുന്നു ഇതൊക്കെ തെറ്റിയാലും അല്പസ്വല്പം മാറിയാലും വലിയ പാപമുണ്ടാകുമെന്ന്. നമ്മുടെ പൂർവികര് പാപമുണ്ടാകുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് തെറ്റാതിരിക്കാനാണ്, അതല്ലാതെ വായിക്കാതിരിക്കാനല്ല. കുറെ ശ്രദ്ധയോടുകൂടി വായിക്കണം എന്നറിയാനാണ്. അപ്പൊ ഇന്നലെ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. വേദം മാത്രം വായിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും ആലപിക്കുമ്പോഴും അതിന് കുറെ കൂടുതൽ റൂളുകളുണ്ട്. സമയത്തിന്റെ റൂളുകളുണ്ട്, അത് ആചരിക്കുന്ന രീതിയിൽ വായിക്കുന്ന രീതിക്ക് കുറെ റൂളുണ്ട്. അത് മാത്രം നല്ല രീതിയിൽ ആരുടെയെങ്കിലും അടുത്തുനിന്ന് പഠിച്ചതിന് ശേഷം വായിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നോ അതേപോലെ ചെയ്യുക. ശ്രദ്ധയോടുകൂടി വായിക്കുക, അതൊരു വഴിപാടാക്കാതിരിക്കുക. ആത്മാർത്ഥത ആ വായനയിൽ ഉണ്ടാക്കുക.
മറ്റുള്ളവരെ കാണിക്കാനും ബോധിപ്പിക്കാനും പ്രദർശിപ്പിക്കാനും വേണ്ടി വായിക്കാതിരിക്കുക. അതേ സമയത്ത് രാമായണ പാരായണത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തന്നെ കോമ്പറ്റീഷന് നിർബന്ധമായി പങ്കെടുക്കണം. ഭഗവത്ഗീത കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ കാണിക്കാനും ബോധ്യപ്പെടുത്താനും വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഞാൻ ഭഗവത്ഗീത കോമ്പറ്റീഷന് പോകുന്നില്ല. അങ്ങനെ ചെയ്യല്ലേ. ഭഗവത്ഗീത കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവുക തന്നെ വേണം. ഏത് തരത്തിലും പ്രദർശിപ്പിക്കാൻ വേണ്ടി, ഇവാലുവേഷന് വേണ്ടിയിട്ടാണ് വായിക്കുന്നതെങ്കിൽ അത് എല്ലാ ശക്തിയും ഉപയോഗിച്ച് അതിൽ ഒന്നാമനാകാൻ വേണ്ടിയിട്ട് തന്നെ വായിക്കുക. ബാക്കി നിത്യജീവിതത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.